എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരുന്ന ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണ നടപടികൾ തുടങ്ങി. ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷൻ, സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി തുക ലഭിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ തുടങ്ങി 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക വിതരണം ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ ഗുണഭോക്താക്കൾക്ക് 1600 രൂപ വീതമാണ് എത്തിച്ചേരുക. പെൻഷൻ തുക വിതരണത്തിനായി കൈമാറിയതായി ഇന്നലെ തന്നെ സേവനയുടെ സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന 8 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്രവിഹിതം കൂട്ടിച്ചേർത്ത് പെൻഷൻ തുക എത്തിച്ചേരും. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ അർഹത, വിതരണം, നടപടിക്രമം എന്നിവ സംബന്ധിച്ച് വിവിധ ഉത്തരവുകൾ എല്ലാം ക്രോഡീകരിച്ച് പുതിയ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് ആശ്വാസകരമായി മറ്റൊരു അറിയിപ്പ് കൂടി എത്തിയിരിക്കുന്നത്. പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി വിതരണം ചെയ്തതിൻ്റെ ഭാഗമായി 6400 രൂപ കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുക ജനുവരി മാസത്തിൽ ന്യൂ ഇയറിനോട് അനുബന്ധിച്ച് വിവിധ ഘട്ടങ്ങളിലായി വിതരണം ആരംഭിച്ച് മാർച്ച് മാസത്തോടുകൂടി വിതരണം പൂർത്തിയാക്കും. പുതുവർഷം ആരംഭിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ഒരു ഗഡു പെൻഷൻ തുക കൂടി അനുവദിച്ചേക്കുമെന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പായിരുന്നു ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നത്. ജനുവരി മാസം അവസാനത്തോടുകൂടി പെൻഷൻ തുകയിൽ വർധനവ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി തന്നെ പെൻഷൻ കുടിശ്ശിക വിതരണത്തിൽ കാലതാമസം നേരിടുന്നത് വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് സർക്കാരിൻ്റെ തിരക്കിട്ട നീക്കം. ജനുവരി മാസത്തിൽ കുടിശ്ശിക വിതരണം ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആരംഭിക്കുമ്പോൾ 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളിലെ വലിയൊരു വിഭാഗം അനർഹരെ ഒഴിവാക്കിക്കൊണ്ട് വിതരണം കൂടുതൽ സുഗമമാക്കാൻ സർക്കാരിന് കഴിഞ്ഞേക്കും. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുള്ള വാർഡ് തല പരിശോധനകൾ പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ ഡിസംബർ മാസത്തിൽ അനർഹർ ഉൾപ്പെടുന്ന 62 ലക്ഷത്തോളം പേർക്കും പെൻഷൻ തുക എത്തിച്ചേരും.